നമസ്കാരം പ്രിയപ്പെട്ടവരെ. ജനറൽ വിഭാഗത്തിലുള്ളവർക്കുള്ള സംവരണമാണ് EWS എന്നുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനും PSCക്കും ഒക്കെ 10% സംവരണം കിട്ടുന്ന വിധത്തിലുള്ള ഒരു കാര്യങ്ങളാണ്. പലരും ഇതേപ്പറ്റി സംശയങ്ങൾ ചോദിക്കാറുണ്ട്, മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതായിട്ട് പലരും പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക. ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ OBC ആണ്, അല്ലെങ്കിൽ ഞാൻ SC ആണ്, ST ആണ്, EWSന് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല. ഒന്നാമത് ജനറൽ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ SC, ST, OBC എന്നൊക്കെ പറയുന്ന സമയത്ത് ഓൾറെഡി നല്ല സംവരണം ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ EWSന് അപേക്ഷിക്കേണ്ട കാര്യമേ ഇല്ല, നിങ്ങൾക്ക് കിട്ടുകയുമില്ല, അങ്ങനെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ 10% സംവരണമാണ് ഉള്ളത്. ജസ്റ്റ് ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണ് EWS? EWS സർട്ടിഫിക്കറ്റ് അറിയേണ്ടതെല്ലാം. നാളിതുവരെ യാതൊരുവിധ സംവരണാനുകൂല്യങ്ങളും ലഭിക്കാത്ത മുന്നക്ക വിഭാഗങ്ങൾക്ക് 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് നടപ്പിലാക്കിയതാണ് EWS റിസർവേഷൻ. ഈ സംവരണ നയത്തിന് ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലും ഉത്തരവുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ ആനുകൂല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ പലർക്കുമില്ല. ആദ്യം തന്നെ എന്താണ് EWS റിസർവേഷൻ എന്ന് നമുക്ക് നോക്കാം. റിസർവേഷൻസ് ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, അതായത് സർക്കാർ ജോലികളും +1 മുതലുള്ള വിദ്യാർത്ഥി പ്രവേശനങ്ങളിലും SC, ST, OBC വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത ജനറൽ വിഭാഗം എന്ന് നാം പൊതുവെ വിളിക്കുന്ന ജനങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ സംവരണം ലഭിക്കാനുള്ള അർഹത? കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് ആദ്യം കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ നോക്കാം. കുടുംബ വരുമാനം 8 ലക്ഷം രൂപ കവിയാത്തവരും പരമാവധി 5 ഏക്കർ വരെ കൃഷിഭൂമി ഉള്ളവരും 1000 സ്ക്വയർ ഫീറ്റ് വരെ വീട് അല്ലെങ്കിൽ ഫ്ളാറ്റ് ഉള്ളവരും മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിൽ 100 സ്ക്വയർ യാർഡ്, അതായത് 2.05 സെന്റ് വരെ ഹൗസ് പ്ലോട്ട് ഉള്ളവരും ഗ്രാമപഞ്ചായത്ത് ഏരിയയിൽ 200 സ്ക്വയർ യാർഡ്, അതായത് 4.1 സെന്റ് വരെ ഹൗസ് പ്ലോട്ട് ഉള്ളവർക്കുമാണ് ഈ സംവരണം ലഭിക്കുന്നത്. മുകളിൽ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും ഒരുപോലെ പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഗ്രാമപഞ്ചായത്ത് ഏരിയയിൽ നമുക്ക് നമ്മളുടെ വീടും വീടിന് ചുറ്റുമുള്ള സ്ഥലവും കൂടിയിട്ട് 4.1 സെന്റിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ EWSന് അപേക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിലൊക്കെ സ്ഥലമുള്ളവർക്ക് മിനിമം ഒരു 5 സെന്റ് ഉണ്ടാകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ബഹുഭൂരിപക്ഷം പേർക്ക് ഇത് അപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ 2.05 സെന്റ് പറയണത്. ബുദ്ധിമുട്ടാണ് ഇത് കിട്ടാൻ. വാടക വീട്ടിലുള്ളവർക്കൊക്കെയാണ് ഇത് കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഏരിയയിൽ 4 സെന്റിൽ താഴെ ഉണ്ടായിരിക്കണം. ഇത് വീടും വീടിന് ചുറ്റുപാടുള്ള, അതാണ് ഹൗസ് പ്ലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപേക്ഷകൻ, ജീവിത പങ്കാളി, അയാളുടെ മാതാപിതാക്കൾ, 18 വയസ്സ് പൂർത്തിയാവാത്ത സഹോദരങ്ങളും 18 വയസ്സിന് താഴെയുള്ള മക്കളുമാണ്. ഇനി കുടുംബ വാർഷിക വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപേക്ഷ നൽകുന്ന വർഷത്തിന്റെ തൊട്ട് മുൻപിലത്തെ സാമ്പത്തിക വർഷത്തെ കുടുംബാംഗങ്ങളുടെ മൊത്തം വരുമാനമാണ്. ഹൗസ് പ്ലോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടുള്ളതും വീട് വെക്കാവുന്നതുമായ ഭൂമി എന്നാകുന്നു. അന്ത്യോദയ അന്യോജന റേഷൻ കാർഡ് ഉടമകൾക്കും, അതായത് AAY, പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് PHH കാർഡ് ഉടമകൾക്കും മേൽ പറഞ്ഞ ഹൗസ് പ്ലോട്ട്, വാർഷിക വരുമാനം, ഭൂസ്വത്ത് മാനദണ്ഡങ്ങളൊന്നും തന്നെ ബാധകമല്ലാതെ EWS സംവരണത്തിന് അർഹരായിരിക്കും. ഇനി നമുക്ക് സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ നോക്കാം. കുടുംബ വരുമാനം 4 ലക്ഷം രൂപ കവിയാത്തവരും ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ പരമാവധി 2.5 ഏക്കറും മുനിസിപ്പാലിറ്റികളിൽ 75 സെന്റും കോർപ്പറേഷനുകളിൽ 50 സെന്റ് വരെ ഭൂസ്വത്തുള്ളവരും ഹൗസ് പ്ലോട്ടുകൾ പരമാവധി മുനിസിപ്പാലിറ്റികളിൽ 20 സെന്റും കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ 15 സെന്റും ഉള്ളവർക്കാണ് ഈ സംവരണം ലഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഹൗസ് പ്ലോട്ടുകളിൽ നിബന്ധനകളില്ല. ഇനി ഗ്രാമപഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും സ്ഥലമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പരിധിയിൽ കവിയാതെ പഞ്ചായത്തിലടക്കം ആകെ ഭൂസ്വത്ത് 2.5 ഏക്കറിൽ കവിയാൻ പാടില്ല. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിൽ ഏരിയയിൽ നമുക്ക് വീടും സ്ഥലവും കൂടെ എത്രയുണ്ട് എന്നുള്ളത് ബാധകമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിലുള്ളത് കാണിച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എങ്ങനെയാണ് EWS സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അതാണ് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾക്കുള്ള EWS സർട്ടിഫിക്കറ്റ് നൽകുന്നത് വില്ലേജ് ഓഫീസറും കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾക്കുള്ള EWS സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസ് വഴി തഹസീൽദാറുമാണ് നൽകുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള ഭൂസ്വത്തിന്റെയും കുടുംബ വരുമാനത്തിന്റെയും മറ്റും വിവരങ്ങൾ അടങ്ങിയ സത്യപ്രസ്താവനയും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ്. വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിശ്ചിത പ്രൊഫോർമയിലുള്ള അപേക്ഷ, റേഷൻ കാർഡിന്റെ കോപ്പി, SSLC ബുക്കിന്റെ കോപ്പി, CBSE ആണെങ്കിൽ പിതാവിന്റെ SSLC സർട്ടിഫിക്കറ്റ്, അത് ജാതി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. വരുമാനം തെളിയിക്കുന്നതിന് താഴെ പറയുന്നവയിൽ ബാധകമായത് മാത്രം ഉണ്ടെങ്കിൽ കൊടുക്കുക. പേ സ്ലിപ്പ് അല്ലെങ്കിൽ ശമ്പള സർട്ടിഫിക്കറ്റ്, പെൻഷൻ ബുക്ക് അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ബാങ്ക് പാസ്ബുക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, IT റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, ഭൂനികുതി അടച്ച രസീതി, കുടുംബാംഗങ്ങളുടെ പേരുള്ള എല്ലാ സ്ഥലങ്ങളുടെയും രസീതി ഉണ്ടായിരിക്കണം കേട്ടോ. മേൽപ്പറഞ്ഞ എല്ലാറ്റിന്റെയും കോപ്പി അപേക്ഷയോടൊപ്പം ഒറിജിനലും കയ്യിൽ കരുതണം. EWSന്റെ അപേക്ഷ ഫോറം നിങ്ങൾക്ക് ഗൂഗിളിൽ തിരഞ്ഞു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ, മറ്റു ജനസേവന കേന്ദ്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് തരുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. നേരിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ തന്നെ പോയിട്ട് അപേക്ഷ കൊടുക്കണം.
ഇനി പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതിൽ ആരാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളത്. എനിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര്, എൻ്റെ മകന്റെയോ മകളുടെയോ അഡ്മിഷന്റെ കാര്യത്തിനോ ജോലിയുടെ കാര്യത്തിനാണെങ്കിൽ അവരുടെ പേരാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മാതാവിന്റെയോ പിതാവിന്റെയോ വരുമാനം, അതായത് അവർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ പെൻഷൻ ബുക്ക് കൊണ്ടുപോകണം, സർവീസിലാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത്, ഇനി പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. ഒന്നാമത് നിങ്ങളുടെ കാര്യങ്ങൾ വില്ലേജ് ഓഫീസർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. സർക്കാർ ജോലിക്കോ വിദ്യാർത്ഥി പ്രവേശനത്തിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷയോടൊപ്പം തന്നെ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് എന്നത് അപേക്ഷയോടൊപ്പം എഴുതി ചേർക്കേണ്ടതാണ്. ഉദാഹരണം, സംസ്ഥാനത്തിനകത്തെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന്. ഇങ്ങനെ ഒരു സാമ്പത്തിക വർഷത്തിനകത്ത് എടുത്ത സർട്ടിഫിക്കറ്റ് ആ സാമ്പത്തിക വർഷത്തെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. 2024 ജൂണിലാണ് EWS സർട്ടിഫിക്കറ്റ് എടുത്തതെന്നുണ്ടെങ്കിൽ 2025 മാർച്ച് 31 വരെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുക. ഇനി ഈ സമയത്ത് ഒരു PSC അപേക്ഷിക്കുകയാണ്, നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ചു എന്ന് കരുതുക. ഈ PSC വിളിക്കുന്നത് 2025 26 ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ പുതുക്കുക എന്നുള്ളതാണ്. കാരണം 2024 ജൂണിൽ നമ്മൾ EWS സർട്ടിഫിക്കറ്റ് എടുത്തു. അടുത്ത വർഷം അപ്പോൾ 2025 26 ഒക്കെ ആയി നമുക്ക് EWS സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒന്നുകൂടെ അപേക്ഷ കൊടുക്കണം. കാരണം ഇതിന്റെ കാലാവധി എന്നുള്ളത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇനി ഇതിനുള്ള എല്ലാ യോഗ്യത ഉണ്ടായിട്ടും വില്ലേജ് ഓഫീസർ നിങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്, എന്നാലും മനുഷ്യരല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തഹസിൽദാർക്ക് പരാതി നൽകാവുന്നതാണ്. ഇനി യോഗ്യതകളെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾക്ക് അവിടുന്നും അനുമതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലക്ടർക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നേ ഈ ഡേറ്റിൽ EWS സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ ആദ്യത്തെ കമന്റിലോ അല്ലെങ്കിൽ പുതിയ വീഡിയോയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.